കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് ഒരുക്കുന്ന ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ ബൈബിൾ ക്ലാസ്സുകൾ ഏവരുടെയും ആത്മീക ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നുവെന്ന് എളിയവർ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രോഗ്രാമുകൾ നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ നിത്യതയ്ക്കായി ഒരുങ്ങുന്നതിന് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് കഴിഞ്ഞ നാളുകളിൽ സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്നു. അതിനോടനുബന്ധിച്ച് ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ഒരു ഉപദേശ പഠന പത്രിക ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ സൗജന്യ വരിക്കാരായി തീരുവാൻ ആഗ്രഹിക്കുന്നവർ ഈ പ്രോഗ്രാമിൽ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളെ ബന്ധപ്പെടുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. തുടർന്ന് പ്രാർത്ഥനയോടെ ഈ ക്ലാസ്സുകൾ നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നുമെന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയരും ബഹുമാന്യരുമായ എല്ലാ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ തിരുനാമത്തിൽ ഹൃദയപൂർവ്വമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നാം തുടർച്ചയായി റോമാലേഖനത്തിൽ നിന്നാണല്ലോ ദൈവവചനം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 12-ാമത്തെ അധ്യായം മുതൽ പ്രബോധന ഭാഗമാണെന്നുള്ളത് നമ്മൾ കണ്ടു. 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമായ വലിയ ആത്മീയ ആഴങ്ങളുള്ള ഒരു തിരുവചന ഭാഗമാണ്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് അർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിനും പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. അത് വളരെ ആഴമായ ആത്മീയ മർമ്മങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗമാണ്. ആരാധന എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ധാരാളമായി കേൾക്കുന്ന വാക്കാണ് ആരാധന. എല്ലാ മതങ്ങളിലും ആരാധന എന്ന ആ ആശയം നമുക്ക് കാണാനായിട്ട് കഴിയും. ക്രിസ്തീയ സമൂഹത്തിലും ആരാധന, ആരാധനാക്രമം, ആരാധനാ സമയം, ആരാധനാ സ്ഥലം എന്നിങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ പൊതുവെ കേട്ടുവരുന്നുണ്ട്. എന്നാൽ തിരുവചനം ആരാധനയെക്കുറിച്ച്, പുതിയ നിയമ ആരാധനയെക്കുറിച്ച് എന്താണ് പഠിപ്പിക്കുന്നതെന്നുള്ളത് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയും. പൗലോസ്ലീഹ അതിനൊരു നല്ല നിർവചനം പരിശുദ്ധാത്മ പ്രേരണയാൽ നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളുമായി പങ്കുവെച്ച കൂട്ടത്തിൽ സംസാരിച്ചല്ലോ, ആരാധന എന്നാൽ യാഗമാണ്. ജീവിതവും ഒരു യാഗമെന്നോണം ദൈവത്തിൻ്റെ മഹത്വത്തിനായി സമ്പൂർണ്ണ സമർപ്പിതരായി ജീവിക്കുന്ന ജീവിതമാണ് ആരാധന. ആരാധന ഏതെങ്കിലും ഒരു ചടങ്ങിലോ ഏതെങ്കിലും ഒരു സമയ പരിധിക്കുള്ളിലോ ഒരു സ്ഥലത്തോ ഒരു പ്രത്യേക ദിവസങ്ങളിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ചടങ്ങുകളല്ല പുതിയ നിയമ ആരാധന. ജീവിതവും ദൈവത്തിൻ്റെ മഹത്വത്തിനായി സമർപ്പിച്ചിരിക്കുന്ന ആ സമർപ്പിത ജീവിതം, എന്ത് ചെയ്താലും കർത്താവിൻ്റെ മഹത്വത്തിനായി ചെയ്യുന്ന ജീവിതമാണ് ആരാധന. നമ്മളത് കഴിഞ്ഞ ദിവസം കൊരിന്ത്യ ലേഖനത്തിൽ നിന്നുള്ള വാക്യവും നമ്മൾ കണ്ടല്ലോ. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടിരിപ്പീൻ. 1 കൊരിന്തി 10-ാമത്തെ അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യമാണ്. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവീൻ. പ്രിയ ദൈവമക്കളെ, അതാണ് ആരാധന. ജീവിതവും ആരാധനയും തമ്മിൽ മാറുവാൻ കഴിയുകയില്ല. ഡാൻസും തമ്മിൽ മാറ്റാൻ കഴിയുകയില്ല എന്ന് പറയുന്നത് പോലാണ്. ഈ വ്യക്തി ആരാധന അർപ്പിച്ചേച്ച് ആ വ്യക്തിക്ക് തിരിച്ചു പോകാൻ കഴിയുകയില്ല. ആരാധനയ്ക്കൊരു തുടക്കവും ആരാധനയ്ക്കൊരു ഒടുക്കവുമില്ല. ആരാധന ജീവിതവും തുടർന്നുകൊണ്ടേയിരിക്കുന്നതാണ്. സ്തോത്രം. ഇത് പറഞ്ഞാൽ അതത്ര വ്യക്തമാകുന്നുവോ എന്നെനിക്ക് സംശയമില്ലാതില്ല. കാരണം തെറ്റായ ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ അത്രമാത്രം സ്വാധീനം ചെലുത്തി നമ്മുടെ ഭാഷാ പ്രയോഗത്തിൽ പോലും ആ നിലയിലുള്ള ചില കാര്യങ്ങൾ കടന്നു കൂടിയിട്ടുണ്ട്. അത് എങ്കിലും മനസ്സൊന്ന് നിർമ്മലമാക്കി ഒരു മുൻവിധിയില്ലാതെ നിർമ്മല ഹൃദയത്തോടെ നമുക്ക് ഈ ദൈവവചനത്തോടൊന്ന് അടുത്തിയെല്ലാം. ഞാൻ പറഞ്ഞല്ലോ, ആരാധന യാഗമാണ്. പഴയ നിയമത്തിൽ മൃഗങ്ങളെ യാഗമായി അർപ്പിച്ചിരുന്നു, അതുപോലെ മറ്റ് വസ്തുക്കൾ യാഗമായി അർപ്പിച്ചിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ
ആരാധനയിൽ അർപ്പിക്കപ്പെടുന്ന യാഗമൃഗം നമ്മൾ തന്നെയാണ്, മുഴു ജീവിതവുമാണ്. അത് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ ഓർപ്പിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ തിരുവെഴുത്തിൽ പരിശോധിച്ചാൽ ഉൽപ്പത്തി മുതൽ നോക്കിയാൽ എവിടെയൊക്കെ ആരാധനയെക്കുറിച്ച് പരാമർശങ്ങളുണ്ടോ, പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ അവിടെയെല്ലാം ഒരു യാഗപീഠമുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. യാഗപീഠം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അബ്രഹാം ഈ യാഗപീഠം പണിത് ആരാധിച്ചു എന്ന് നമ്മളവിടെ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ അങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. 12-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം, അവൻ അവിടെ നിന്ന് ബethേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു. ബethേൽ പടിഞ്ഞാറും ഹായി കിഴക്കുമായി കൂടാരമടിച്ചു. അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിത് യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. ആരാധന യാഗമാണ്. ഇനി 13-3 നമ്മൾ കാണുമ്പോൾ 13-ാം അധ്യായത്തിൻ്റെ ഉൽപ്പത്തി 13-3 അത് നമ്മൾ കാണുമ്പോൾ അവൻ തൻ്റെ യാത്രയിൽ തെക്ക് നിന്ന് ബethേൽ വരെയും ബethേലിനും ഹായിക്കും മധ്യേ തനിക്ക് ആദ്യം കൂടാരമുണ്ടായിരുന്നതും താൻ ആദ്യം ഉണ്ടാക്കിയ യാഗപീഠം ഇരുന്നതുമായ സ്ഥലം വരെയും ചെന്നു. അവിടെ അബ്രാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. യാഗപീഠത്തിങ്കലാണ് ആരാധന. ഇത് അബ്രഹാമിൻ്റെ കാര്യമാണെങ്കിൽ ഇനി ഇസഹാക്കിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഇസഹാക്കിൻ്റെ കാര്യത്തിലും ഇത് തന്നെ ആ പിതാവിൽ നിന്ന് ഇസഹാക്ക് ഉൾക്കൊണ്ട ആത്മീയ മർമ്മം അനുസരിച്ച് ഇസഹാക്കും അങ്ങനെ തന്നെ ആരാധന കഴിച്ചതായി നാം കാണുന്നുണ്ട്. 26-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ അവൻ ഒരു യാഗപീഠം പണിതു. അവനെന്ന് പറയുന്നത് ഇവിടെ ഇസഹാക്കാണ്. യാഗപീഠം പണിതു, യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. കണ്ടോ, സ്തോത്രം. യാഗപീഠം പണിതാണ്, യാഗപീഠത്തിങ്കലാണ് ആരാധന. യാഗപീഠത്തിങ്കൽ യാഗമർപ്പിച്ചാണ് ആരാധന. നമ്മുടെ മുഴു ജീവിതവും ദൈവത്തിൻ്റെ മഹത്വത്തിന് യാഗമായി അർപ്പിക്കണം. എന്നാൽ ഇത് സംബന്ധമായി ചില തെറ്റായ ധാരണകളുള്ളതുകൊണ്ട് ഈ ആശയമൊന്ന് വ്യക്തമാക്കാനായി ആരാധന എന്തല്ല എന്നുള്ളതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുവാൻ താല്പര്യമുണ്ട്. പ്രിയമുള്ളവരെ, സ്തുതിയും ആരാധനയും, സ്തുതി സ്തോത്രങ്ങളും ആരാധനയും തമ്മിലുള്ള ബന്ധം എന്താണ്? സ്തുതിയിലും സ്തോത്രങ്ങളിലും ആരാധന ഒതുങ്ങുന്നില്ല. സ്തുതിയിലും സ്തോത്രങ്ങളിലും ഒതുങ്ങുന്നതല്ല ആരാധന. പ്രിയപ്പെട്ടവരെ, ആരാധനയിൽ സ്തുതിയുണ്ട്, സ്തോത്രമുണ്ട് എന്ന് പറഞ്ഞാൽ മുഴു ജീവിതവും ദൈവത്തിൻ്റെ മഹത്വത്തിനായി സമർപ്പിച്ച ഒരു ഭക്തൻ അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നവനായിരിക്കും. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ എന്നാണ് തിരുവെഴുത്ത് നമ്മെ പ്രബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും അവൻ്റെ ജീവിതത്തിൽ സ്തുതി സ്തോത്രങ്ങൾ ഉയരണം. പഴയ നിയമ പുസ്തകങ്ങളിൽ നമ്മൾ കാണുന്ന യാഗപീഠത്തെ സംബന്ധിച്ചുള്ള പ്രമാണം, യാഗപീഠത്തിങ്കൽ തീ ഒരിക്കലും അണഞ്ഞു പോകരുത്. സാദൃശ്യമായിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നെനിക്കറിഞ്ഞുകൂടാ. അതായത് ആരാധന യാഗമാണെങ്കിൽ മുഴു ജീവിതവും അവൻ്റെ മഹത്വത്തിനായി സമർപ്പിച്ച ആ സമർപ്പിത ജീവിതമാണ് ആരാധന. പ്രിയപ്പെട്ടവരെ, നമുക്കിങ്ങനെ പറയാം, ഒരു യാഗത്തിൽ ഏറ്റവും പ്രധാനം യാഗപീഠം കഴിഞ്ഞാൽ യാഗമൃഗമാണ്. ആ യാഗമൃഗം എന്നുള്ളത് ഒന്നുകൂടി കൃത്യമാക്കിയാൽ ഒരു ജീവനാണ് യഥാർത്ഥത്തിൽ യാഗമാകുന്നത്. ആരാധന മുഴു ജീവിതവുമാണ് പ്രധാനം. എന്നാൽ അവിടെ യാഗപീഠത്തിങ്കിൽ നിന്ന് ഈ യാഗം ദൈവസന്നിധിയിൽ പ്രസാദകരമായി സ്വീകരിക്കപ്പെടേണ്ടതിന് വിറക് വെച്ച് സുഗന്ധദ്രവ്യങ്ങളൊക്കെ ചേർത്ത് തീ ആളി എരിയുന്നത് കാണാൻ കഴിയും. ഈ തീ എരിയുന്നത് പോലെയാണ് സ്തുതി സ്തോത്രങ്ങൾ ഉയരുന്നത്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം, സ്തുതി സ്തോത്രങ്ങൾ തീയോട് നമുക്ക് ഉപമിക്കുന്നതിൽ തെറ്റില്ല. ഇങ്ങനെ സ്തുതി സ്തോത്രങ്ങൾ എപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് യാഗപീഠത്തിൽ നിന്ന് തീ അണഞ്ഞു പോകുവാൻ പാടില്ല. മലാഖിയുടെ പ്രവചനം 1-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഉദ്ധരിച്ച വാക്യമാണ്, നമ്മൾ മറക്കരുത്. നിങ്ങൾ എൻ്റെ യാഗപീഠത്തിന്മേൽ വെറുതെ തീ കത്തിക്കാതിരിക്കേണ്ടതിന് ആരെങ്കിലും വാതിലടച്ച് കളഞ്ഞാൽ കൊള്ളായിരുന്നു. നോക്കണേ, വെറുതെ തീ കത്തിക്കുക എന്ന് പറഞ്ഞാൽ മുഴു ജീവിതവും ദൈവമഹത്വത്തിന് സമർപ്പിക്കാതെ സ്തുതിയും സ്തോത്രവും മാത്രം, ആർപ്പും ഉല്ലാസവും ആഘോഷവും മീൻസ് ആരവാരവും സംഗീതവും ഇത് മാത്രം വരുമ്പോൾ യാഗപീഠത്തിൽ വെറുതെ തീയെരിയുകയാണ്. ജീവൻ അർപ്പിക്കപ്പെട്ടിട്ടില്ല. യാഗമൃഗം അവിടെ അർപ്പിക്കപ്പെട്ടിട്ടില്ല. തീയും വിറകുമൊക്കെ ഉണ്ട്, സ്തുതിയും സ്തോത്രവും ഒക്കെ ഉണ്ട്. ഇനിയും സ്തുതിയും ആരാധനയും തമ്മിലുള്ള ബന്ധം ഞാൻ ഇച്ചിരി കൂടി ഒന്ന് വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയ ദൈവമക്കളെ, സ്തുതിയും
സ്തോത്രവും എന്നുള്ളത് പോലും പലപ്പോഴും അത് നല്ല ചിന്തകന്മാർ അതിനെ രണ്ടായിട്ട് തരംതിരിച്ച് പറയാറുണ്ട്. സ്തുതിയും സ്തോത്രവും. സ്തോത്രം എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൽ നിന്ന് നമ്മൾ പ്രാപിച്ച നന്മകൾക്കുള്ള ആ ഒരു നന്ദി പ്രകടനമെന്ന് വേണമെങ്കിൽ സ്തോത്രത്തെ നമുക്ക് പറയാം. സ്തോത്രം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച നന്മകൾ ഓർത്ത് താങ്ക്സ് ഗിവിങ്, സ്തോത്രമർപ്പിക്കുകയാണ്. താങ്ക്സ് ഗിവിങ്, സ്തോത്രം, ഓരോന്നിനും സ്തോത്രം. ഓരോ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച സകല നന്മകൾക്കായും സ്തോത്രം. നാം അനുഭവിക്കുന്ന സകല ആത്മീയവും ഭൗമികമായ നന്മകളെ ഓർത്ത് എണ്ണി അവനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുവാൻ നമുക്ക് ചുമതലയുണ്ട്. അത് നമ്മുടെ പദവിയാണ്. പാട്ടുകാരൊക്കെ എണ്ണി സ്തുതിക്കുവാൻ, എണ്ണി വാഴ്ത്തുവാൻ എന്നൊക്കെ പല പാട്ടുകൾ തന്നെ ഉണ്ടല്ലോ. അതാണ് സ്തോത്രം, നന്ദി. എന്നാൽ സ്തുതി എന്ന് പറയുമ്പോൾ ദൈവം ആരായിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള വെളിപ്പാടിൻ്റെ ആ പ്രകടനമായി ദൈവം നമുക്ക് തന്നെക്കുറിച്ച് തന്നെയുള്ള വെളിപ്പാട് തന്നിട്ടുണ്ട്. അവിടുന്ന് ആരാണ്? ദൈവത്തിൻ്റെ ദൈവത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അവൻ്റെ മഹത്വം കീർത്തിക്കുന്നതാണ് സ്തുതി എന്ന് പറയുന്നത്. സ്തുതി. അപ്പോൾ സ്തോത്രം എന്ന് പറയുന്നത് ദൈവത്തിൽ നമ്മൾ പ്രാപിച്ച നന്മകൾക്കുള്ള നന്ദി പ്രകടനമാണെങ്കിൽ, സ്തുതി എന്ന് പറയുന്നത് ദൈവം എന്ന വ്യക്തി, ദൈവം ആരാണ്? ദൈവം സർവ വല്ലഭനാണ്. അങ്ങനെ ദൈവത്തിൻ്റെ ദൈവത്വത്തെക്കുറിച്ചുള്ള ആ ഉൾക്കാഴ്ചയും ആ വെളിപ്പാടും നിമിത്തം നമ്മൾ ദൈവത്തിൻ്റെ വല്ലഭത്വത്തെ കീർത്തിക്കുന്നതാണ് സ്തുതി എന്ന് പറയുന്നത്, സ്തോത്രം. അപ്പോൾ സ്തുതിയും സ്തോത്രവും ചേർത്ത് തന്നെ പോകാം. സ്തുതിയും സ്തോത്രവും. സ്തോത്രം എന്ന് പറയുന്നത് നന്ദി പ്രകടനമാണെങ്കിൽ, സ്തുതി ദൈവത്തിൻ്റെ ദൈവത്വത്തെ അംഗീകരിച്ച് അവന് മഹത്വം കരയേറ്റുന്നതാണെന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. സ്തോത്രം. ഇനി സ്തുതിക്കുന്നത് കൊണ്ടും സ്തോത്രം ചെയ്യുന്നത് കൊണ്ടും മനുഷ്യ സൃഷ്ടിയിലെ ദൈവോദ്ദേശ്യം പൂർണ്ണമാകുന്നില്ല. നമുക്കറിയാമല്ലോ, സ്തുതിക്കുന്നത് കൊണ്ടും സ്തോത്രം ചെയ്യുന്നത് കൊണ്ടും മനുഷ്യ സൃഷ്ടിയിലെ ദൈവോദ്ദേശ്യം അത് സഫലമാകുന്നില്ല. പല ആളുകളും ഇങ്ങനെ ദൈവം അവിടുത്തെ സ്തുതിക്കാൻ മാലാഖമാരെ സൃഷ്ടിച്ചു. ആ മാലാഖമാർ അതിൽ വലിയൊരു കൂട്ടം തെറ്റി വീണ് മത്സരികളായി പോയപ്പോൾ അവർക്ക് പകരം ദൈവത്തെ സ്തുതിക്കാൻ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പല ആളുകളും പറയുന്നത് പല പുസ്തകങ്ങളിൽ ഞാൻ വായിക്കുകയും ഒക്കെ ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, അത് തെറ്റാണ്. അങ്ങനെ അല്ല. ദൈവം അവിടുത്തെ സ്തുതിക്കാനായി മാലാഖമാർക്ക് പകരം സൃഷ്ടിച്ചവരല്ല മനുഷ്യർ. മാലാഖമാർക്ക് പകരം സൃഷ്ടിച്ചവർ. നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള താല്പര്യം നമ്മൾ അവിടുത്തെ സ്തുതിക്കണം എന്നുള്ളതിൽ ഒതുങ്ങുന്നില്ല. നാം ദൈവത്തെ സ്നേഹിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കണം. മനുഷ്യനും ദൈവവും പരസ്പരമുള്ള ഊഷ്മളവും സജീവവും ഹൃദ്യവുമായ സ്നേഹ കൂട്ടായ്മ ബന്ധത്തിനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. സ്തോത്രം. അതെ, നാം അവനെ സ്നേഹിക്കണം. ആ സ്നേഹത്തിൻ്റെ പ്രദർശനമായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം കരേറ്റാം. അത് സ്നേഹത്തിൻ്റെ പ്രകടനമായിട്ടായിരിക്കണം. അതുകൊണ്ടാണല്ലോ സ്നേഹമില്ലെങ്കിൽ നാം എന്ത് ചെയ്താലും ഏതുമില്ല എന്ന് 1 കൊരിന്ത്യർ 13 നമ്മൾ വായിക്കുന്നുണ്ട്. മനുഷ്യരുടെ ദൂതന്മാരുടെ ഭാഷ സംസാരിച്ചാലും എന്ന് വേണ്ട, മുഴുവൻ സമയവും ഒരിടത്തിരുന്ന് ദൈവത്തെ സ്തുതിച്ചും സ്തോത്രം ചെയ്തും കൊണ്ട് അങ്ങേ ഇരുന്നാലും ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നല്ല ആ സ്തുതിയും സ്തോത്രവും ഉയരുന്നതെങ്കിൽ അതിന് ദൈവസന്നിധിയിൽ യാതൊരു മൂല്യവുമില്ല. പ്രിയ ദൈവമക്കളെ, എന്നാൽ സ്തോത്രം, ഈ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവവേദൽ ആ സ്നേഹത്തിൻ്റെ പ്രദർശനമായി നാം ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിന് സ്തോത്രമർപ്പിക്കുകയും ചെയ്യണം. അത് നമ്മുടെ പദവിയാണ്. ഞാൻ പറഞ്ഞല്ലോ, യാഗപീഠം ജീവൻ അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തീയെരിയണം. അത് സുഗ്രാഹ്യമാകണമെങ്കിൽ അവിടെ തീയെരിഞ്ഞുകൊണ്ടേ, സ്തുതിയും സ്തോത്രവും ഉയർന്നുകൊണ്ടേ ഇരിക്കണം. സ്തോത്രം. അപ്പോൾ സ്തുതിയും ആരാധനയും നമുക്ക് പലപ്പോഴും ഈ സ്തോത്രം എന്ന് പറയുന്നതിനാണ് സ്തുതിയേക്കാൾ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. സ്തോത്രമാണ്. നമുക്കറിയാമല്ലോ, 103-ാം സങ്കീർത്തനവും 104-ാം സങ്കീർത്തനവും വളരെ ശ്രദ്ധേയമാണ്.
അവിടെ നമ്മൾ കാണുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അവൻ നിൻ്റെ അകൃത്യം ഒക്കെയും മോചിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിൻ്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അടിയിക്കുന്നു. നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതിയ വരത്തക്കണം. അവൻ നിൻ്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ദൈവം നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. സ്തോത്രം. ഏറ്റവും ആദ്യം പറയുന്നത് മറക്കരുത്, അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. ദൈവത്തിൽ നമ്മൾ പ്രാപിച്ച ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് പാപമോചനവും നിത്യജീവനുമാണ്. മറക്കരുത്. ദൈവത്തോടുള്ള ഹൃദ്യമായ കൂട്ടായ്മ ബന്ധമാണ് നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദൈവാനുഗ്രഹം. സ്തോത്രം. അകൃത്യമൊക്കെ മോചിക്കുന്നു. അടുത്തത് സകല രോഗവും സൗഖ്യമാക്കുന്നു. പിന്നെ ജീവനെ നാശം വീണ്ടെടുക്കുന്നു. ദൈവം കരുണയാണ്. ഇത് അപ്പോൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. നന്ദിയുള്ളവരായിരിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെ നന്ദി, ദൈവം ചെയ്ത ഉപകാരങ്ങളെ എണ്ണി എണ്ണി പറഞ്ഞ് ദൈവനാമത്തിന് സ്തോത്രമർപ്പിക്കുന്ന ഒരു ഭാഗമായി നമുക്കിതിനെ കാണാനായിട്ട് കഴിയും. എന്നാൽ 104-ാം സങ്കീർത്തനത്തിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് സ്തുതിക്കാണ് പ്രാധാന്യം. സ്തോത്രം എന്നുള്ളതിനേക്കാൾ സ്തുതി. 103-ാം സങ്കീർത്തനത്തിൽ ദൈവം ചെയ്ത കാര്യങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുമ്പോൾ 104-ാം സങ്കീർത്തനം ദൈവത്തിൻ്റെ വല്ലഭത്വത്തെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നതാണ് കാണുന്നത്. കണ്ടേ, എൻ മനമേ, 104-1, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ ദൈവമായ യഹോവേ നീ ഏറ്റവും വലിയവൻ, മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു. വസ്ത്രം ധരിക്കും പോലെ നീ പ്രകാശത്തെ ധരിക്കുന്നു. കണ്ടോ? സ്തോത്രം. സ്തുതി. ദൈവം ആരാണെന്നുള്ളതിനെക്കുറിച്ച് സ്തോത്രം. ദൈവസന്നിധിയിൽ ഓർത്ത് നീ ഏറ്റവും വലിയവൻ, നിന്നേക്കാൾ വലിയവൻ ആരുമില്ല. ദൈവത്തിൻ്റെ വല്ലഭത്വത്തെ ധ്യാനിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. സ്തോത്രം. അതാണ് 104-ാം സങ്കീർത്തനം. അത് നമുക്ക് 103-ആണ് കൂടുതൽ പ്രിയമെന്നുള്ളത് സ്വാഭാവികമാണ്. കാരണം നമ്മൾ ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ദൈവം ആരാണെന്നുള്ളത് ധ്യാനിച്ച് അവൻ്റെ വല്ലഭത്വത്തെയും അവൻ്റെ മഹത്വത്തെയും അവൻ്റെ ദൈവത്വത്തിൻ്റെ പൂർണ്ണതയെയും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അവനെ മഹത്വപ്പെടുത്തുവാൻ, സ്തോത്രം കരയേറ്റുവാൻ. സ്തോത്രം എന്ന് പറയുമ്പോൾ നന്മ ഓർക്കുന്നുണ്ട് അതിനകത്ത്. ദൈവത്തെ പുകഴ്ത്തുക. സ്തോത്രം. അതിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവരാകണം. സ്തോത്രം. എൻ്റെ ദൈവമായ യഹോവേ നീ ഏറ്റവും വലിയവൻ, മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു. വസ്ത്രം ധരിക്കുന്ന പോലെ നീ പ്രകാശത്തെ ധരിക്കുന്നു. തിരുശീല പോലെ നീ ആകാശത്തെ വിരിക്കുന്നു. നിൻ്റെ മാളികയുടെ തുലാങ്ങളെ വെള്ളത്തിന്മേൽ വിരിക്കുന്നു. താഴോട്ട് ദൈവം ചെയ്ത കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ വല്ലഭത്വം. സ്തോത്രം. ഹല്ലേലൂയ. അതിങ്ങനെ വർണ്ണിച്ച്, ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ ദൈവത്വത്തെ ഉൾക്കൊള്ളാവുന്ന പരിധിയിൽ ഉൾക്കൊണ്ടുകൊണ്ട്. കാരണം ദൈവത്വത്തെ മുഴുവൻ മനസ്സിൽ ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയുന്നതല്ല. സ്തോത്രം. അവിടുന്ന് ആരാണെന്നുള്ളത് ഓർത്ത് അവനെ മഹത്വപ്പെടുത്തുന്നതാണ് സ്തുതി. സ്തോത്രം. നാം ഇപ്പോൾ സ്തുതിയും സ്തോത്രവും നമുക്കിതിനെ, പക്ഷേ സ്തുതിച്ചതുകൊണ്ടും സ്തോത്രം ചെയ്തുകൊണ്ടും മാത്രം ആരാധന തീരുന്നില്ല. നാം ദൈവദിനം പരിശോധിക്കുമ്പോൾ സകല സൃഷ്ടിയും ദൈവത്തെ സ്തുതിക്കട്ടെ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. സകല സൃഷ്ടിയും ദൈവത്തെ സ്തുതിക്കട്ടെ. ഈ 103-ാം സങ്കീർത്തനത്തിൽ തന്നെ 22-ാമത്തെ വാക്യത്തിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കട്ടെ എന്നുള്ള ആശയം വളരെ ശക്തമായിട്ട് പറയുന്നുണ്ട്. സ്തോത്രത്തിൻ്റേതാണെന്ന് പറഞ്ഞാലും അവിടെ സ്തുതിക്കും വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ 22-ാമത്തെ വാക്യം 103-22 നമ്മളിങ്ങനെ കാണുന്നു, അവൻ്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള അവൻ്റെ സകല പ്രവർത്തികളുമേ യഹോവേ വാഴ്ത്തുവീൻ, എൻ മനമേ യഹോവേ വാഴ്ത്തുക. അവൻ്റെ ആധിപത്യത്തിലുള്ള അവൻ്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള സകല പ്രവർത്തികളുമേ യഹോവേ വാഴ്ത്തുവീൻ. സ്തോത്രം. ഈ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചം മുഴുവനും എൻ്റെ ദൈവത്തിൻ്റെ ആധിപത്യത്തിന് കീഴിലാണ്. അവൻ്റെ ആധിപത്യത്തിന് കീഴിലുള്ള സകല പ്രവൃത്തികളും അവൻ്റെ സൃഷ്ടിജാലങ്ങൾ മുഴുവനും അവനെ സ്തുതിക്കട്ടെ. സ്തോത്രം. സ്തുതിക്കുക എന്ന് പറയുന്നത് സകല സൃഷ്ടിക്കും ദൈവം കൊടുത്തിരിക്കുന്ന ഒരു പദവിയാണ്. ദൈവത്തെ സ്തുതിക്കുന്നത് അവരൊരു പദവിയായിട്ട് തന്നെ പരിഗണിക്കുകയാണ്. സ്തോത്രം. 148-ാമത്തെ സങ്കീർത്തനം 5-ാമത്തെ വാക്യം വായിക്കുമ്പോഴും നമുക്കത് തന്നെ കാണാൻ കഴിയും.
സങ്കീർത്തനങ്ങൾ 148:5 അവൻ കൽപ്പിച്ചിട്ട്, അതിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ യഹോവയെ സ്തുതിപ്പീൻ, സ്വർഗ്ഗത്തിലെ യഹോവയെ സ്തുതിപ്പീൻ, ഉന്നതങ്ങളെ സ്തുതിപ്പീൻ, അവൻ്റെ സകല ദൂതന്മാരുമായുള്ളവരെ അവനെ സ്തുതിപ്പീൻ, സകല സർവ്വ സൈന്യവുമേ അവനെ സ്തുതിപ്പീൻ, സൂര്യചന്ദ്രന്മാരെ, പ്രകാശ നക്ഷത്രങ്ങൾ, ആകാശകീഴിലുള്ള എല്ലാം പറഞ്ഞേച്ച് അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കയാൽ അവ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. സ്തോത്രം. അവൻ കൽപ്പിച്ചിട്ട് അവനിൽ നിന്ന് ഇവയെല്ലാം ഉളവായി വന്നതിനാൽ സ്തോത്രം. ദൈവമേ, എൻ്റെ അസ്തിത്വം അങ്ങയുടെ പ്രസാദപ്രകാരം അങ്ങ് കൽപ്പിച്ചത് കൊണ്ട് സ്തോത്രം ഞാൻ അനുഭവിക്കുന്നതാണ്. അങ്ങയിൽ നിന്ന് സ്തോത്രം ഉരുവായ അടിയാൻ അങ്ങയുടെ വല്ലഭത്വത്തെ ഓർത്ത് അങ്ങയുടെ നാമത്തെ പുകഴ്ത്തുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മളിത് ഓർക്കണം. ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയും നന്ദി കാണിക്കുകയും ചെയ്യണം. റോമാലേഖനത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ്. ദൈവത്തെ ദൈവമെന്നോർത്ത് സകലവും അവൻ്റെ ഇഷ്ടം ഹേതുവായി ഉളവായതാണ്. അവൻ്റെ ഇഷ്ടം ഹേതുവായി ഉളവായ സ്തോത്രം ഈ സകല സൃഷ്ടിയും ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അതാണ് ദൂതന്മാർ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. സ്തുതിയുടെ പിന്നിലുള്ള പ്രേരക ഘടകം സൃഷ്ടാവിനോടുള്ള നന്ദി. സ്തോത്രം. സൃഷ്ടാവിനോടുള്ള നന്ദി. അവയുടെ അസ്തിത്വം സൃഷ്ടാവിൽ നിന്ന്, സൃഷ്ടാവിൻ്റെ പ്രസാദപ്രകാരം, സൃഷ്ടാവിൻ്റെ കൽപ്പനയാൽ അവ അനുഭവിക്കുന്നതാകയാൽ അവ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ സകല സൃഷ്ടിയും ദൈവത്തെ സ്തുതിക്കട്ടെ. സ്തോത്രം. എന്നാൽ സ്തുതിയിൽ ഒതുങ്ങുന്നതല്ല ആരാധന എന്ന് ഞാൻ പറഞ്ഞല്ലോ. സ്തോത്രത്തിൽ ഒതുങ്ങുന്നതല്ല ആരാധന. പിന്നെ സ്തോത്രം, ആരാധന എന്ന് പറയുമ്പോൾ മുഴുവാളത്വത്തെയും ഒരു യാഗമെന്ന പോലെ ദൈവമഹത്വത്തിനായി സമർപ്പിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ആരാധന എന്നുള്ളതിന് ഗ്രീക്ക് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന 2 പദങ്ങളുണ്ട്. ഒന്ന് പ്രസ്കിനിയോ, 2 ലാട്രയ്യ. ഈ 2 പദങ്ങളിൽ ഒന്നും തന്നെ ദൂതന്മാരെ സംബന്ധിച്ച് ഉപയോഗിച്ചിട്ടില്ല. നമുക്കറിയാം. സ്തോത്രം. 19-ാമത്തെ സങ്കീർത്തനത്തിൽ ആകാശ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശം കവിയിലെ പകൽ പോലെ വാക്കൊഴിയും രാത്രി എന്ന് പറഞ്ഞാൽ സൂര്യൻ മണവറയുമ്പോൾ മണവാളിനെ പോലെ. ഇതെല്ലാം ഈ സൃഷ്ടിജാലങ്ങൾ, ഇതെല്ലാം ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. എങ്കിലും അവ നിലനിൽക്കുന്ന ആ നിലനിൽപ്പിൽ തന്നെ സൃഷ്ടാവിൻ്റെ വല്ലഭത്വത്തെ കീർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ ശബ്ദത്തോടുകൂടെ സ്തോത്രം, ഭാഷണത്തോടുകൂടെ, വാക്കുകളോടുകൂടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം സൃഷ്ടിയാണ് ദൂതന്മാർ. സ്തോത്രം. ദൂതന്മാർ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷേ ആ സ്തുതിയിൽ ആരാധന പൂർണ്ണമാകുന്നില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൂതന്മാർ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം സ്തുതിയിലുള്ള ബന്ധം എന്താണ്? സ്തുതിയിൽ ഉള്ള ബന്ധം സൃഷ്ടാവ് സൃഷ്ടി, അതാണ് സ്തുതിയിലുള്ള ബന്ധം. സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് സൃഷ്ടാവിനെ സ്തുതിക്കുന്നു. സ്തോത്രം. തങ്ങളുടെ അസ്തിത്വം, തങ്ങളായിരിക്കുന്നത്, അസ്തിത്വം ലഭിച്ചത്, ദി ഐഡൻറ്റിറ്റി ദേ ഹാവ്. സോ ദെയർ വെരി ബീയിങ്, അവ ആയിരിക്കുന്ന ദെയർ വെരി ബീയിങ് ഈസ് ഫ്രം ദ ലോർഡ്. And it has pleased the Lord to bring them about as they are. അവയായിരിക്കുന്നത് പോലെ അവയെ ഉളവാക്കുന്നതിന് ദൈവം പ്രസാദിച്ചതുകൊണ്ട് ഉളവാക്കിയവനെ ഉളവാക്കിയത് മഹത്വപ്പെടുത്തുകയാണ്. സ്തോത്രം. അത് നന്ദിയാണ്. സൃഷ്ടാവ് സൃഷ്ടി എന്നുള്ളതാണ് ബന്ധം. എന്നാൽ ആരാധനയിലെ ബന്ധം സ്തോത്രം സൃഷ്ടാവ് സൃഷ്ടി എന്നതിനേക്കാൾ അപ്പൻ മക്കൾ എന്നുള്ളതാണ് ആരാധനയിലെ ബന്ധം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 22 മുതൽ വായിക്കുമ്പോൾ ശമരിയക്കാരത്തെ സ്ത്രീയോട് എൻ്റെ കർത്താവ് സംസാരിക്കുന്ന കൂട്ടത്തിൽ കർത്താവ് പറയുന്ന വാക്കുകൾ സ്തോത്രം. സ്ത്രീയെ ഈ മലയിലുമല്ല യെരൂശലേമിലുമല്ല, സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിന് സത്യത്തിൽ നമസ്കരിക്കുന്ന നാഴി വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെ ആയിരിക്കണമെന്ന് പിതാവ്
ഇച്ഛിക്കുന്നു. സ്തോത്രം. അതിന് 22 യോഹന്നാൻ 4:22 സുവിശേഷം. നിങ്ങളറിയാതെ നമസ്കരിക്കും, ഞങ്ങൾ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷകനും സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിൽ സത്യ നമസ്കരിക്കുന്ന നാഴികയിൽ ഇപ്പോൾ തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. പിതാവിനെ ആരാധന ബന്ധം, പിതാവ് മക്കൾ എന്നുള്ളതാണ് ബന്ധം. സ്തുതിയിലെ ബന്ധം സൃഷ്ടാവ് സൃഷ്ടി എന്നുള്ളതാണ്. സ്തോത്രം. പ്രിയമുള്ളവരെ, ആ ബന്ധം, പുത്രത്വത്തിൻ്റെ പദവി ദൈവം നമ്മക്കാണ് തന്നിരിക്കുന്നത്. സ്തോത്രം. മാത്രമല്ല, സ്തുതിയുടെ പിന്നിലെ, സ്തോത്രത്തിൻ്റെ പിന്നിലെ പ്രേരക ഘടകം, സ്തോത്രത്തിൻ്റെ പിന്നിലെ പ്രധാന പ്രേരക ഘടകം നന്ദിയാണ്. നന്ദി കൊണ്ട് സ്തുതിക്കുന്നു. എന്നാൽ ആരാധനയുടെ പിന്നിലെ പ്രേരക ഘടകം സ്നേഹമാണ്. കേവലം നന്ദിയല്ല, സ്നേഹമാണ്. സ്തോത്രം. ആരാധനയുടെ പ്രേരഘടം സ്നേഹം. സ്തോത്രം. ആ സ്നേഹബന്ധം നമ്മളോടാണ് ദൈവത്തിനുള്ളത്. അതുകൊണ്ടാണ് സ്തോത്രം ദൂതന്മാർ സ്തുതിക്കുന്നു. തൻ്റെ സകല സൃഷ്ടിയും അവനെ സ്തുതിക്കുന്നു, അവനെ പുകഴ്ത്തുന്നു, അവനെ മഹത്വപ്പെടുത്തുന്നു, അവന് സ്തോത്രം കരയേറ്റുന്നു. അവൻ സൃഷ്ടാവാകയാൽ സകല സൃഷ്ടിയും അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. എന്നാൽ നമ്മൾ വെറും അവൻ്റെ സൃഷ്ടി മാത്രമല്ല, അവൻ്റെ മക്കളായി സൃഷ്ടിക്കപ്പെട്ടവരാണ്. അവൻ്റെ തന്നെ സ്വരൂപത്തിലും അവൻ്റെ തന്നെ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട അവിടുത്തെ മക്കളാണ് നമ്മൾ. അവിടുത്തെ മക്കളാകയാൽ ഹല്ലേലൂയ സ്നേഹബന്ധത്തോടുകൂടി നമ്മളെ തന്നെ ദൈവത്തിന് സമ്പൂർണ്ണ യാഗമായി സമർപ്പിച്ച് അവൻ്റെ മഹത്വത്തിനായി ജീവിക്കുന്ന ജീവിതമാണ് ആരാധന. സ്തുതിയുണ്ട്, സ്തോത്രമുണ്ട്, പക്ഷേ അതുകൊണ്ട് ആരാധന പൂർണ്ണമാകുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ സ്നേഹം കൊണ്ട് നമ്മളെ തന്നെ യാഗമായി ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ മാത്രമേ ആരാധന എന്ന് പറയുവാൻ കഴിയുള്ളൂ. അപ്പനും മക്കളും തമ്മിലുള്ള ആ ഹൃദ്യമായ ബന്ധം, അതാണ് ജീവനും വിശുദ്ധിയും. ജീവൻ എന്ന് പറയുന്നത് ബന്ധമാണ്, മരണം വേർപാടാണ്, ജീവൻ കൂട്ടായ്മയാണ്. നമുക്ക് ദൈവത്തോട് ഹൃദ്യമായ ആ കൂട്ടായ്മ ബന്ധം അനുഭവിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നിരിക്കുന്നു. കുറച്ചും കൂടെ കാര്യം ഞാൻ വിശദീകരിക്കാം. സ്തോത്രം. ഇവിടെ നമുക്ക് തെറ്റരുത് പ്രിയപ്പെട്ടവരെ. ആശയങ്ങൾ തെറ്റിയാൽ സ്തോത്രം നമുക്ക് അത് കൃത്യമായി ജീവിതം മുൻപോട്ട് നയിക്കുവാൻ കഴിയാതെ പോകുന്നതുകൊണ്ട് ഇവിടെ ആ ആശയങ്ങൾ തെറ്റാതിരിക്കേണ്ടതിന് കൂടുതൽ വ്യക്തമാക്കി തരുവാൻ താല്പര്യമുണ്ട്. ഞാൻ പറഞ്ഞത് മറക്കരുത്. ആരാധനയിൽ സ്തുതിയുണ്ടെങ്കിലും സ്തോത്രമുണ്ടെങ്കിലും സ്തുതിയിലും സ്തോത്രത്തിലും ആരാധന ഒതുങ്ങുന്നില്ല. സകല സൃഷ്ടിയും അവനെ സ്തുതിക്കുന്നു. അവൻ്റെ മക്കളായ നമ്മൾ അവിടുത്തെ ആരാധിക്കുന്നു. സ്തോത്രം. ദൂതന്മാർ ആരാധിക്കുന്നതൊക്കെ പറയാറുണ്ട്. അതൊക്കെ ഞാൻ കൂടുതൽ വിശദീകരിക്കാം. കർത്താവിൻ്റെ വരവ് വൈകിയാൽ അടുത്ത ദിവസം സ്തോത്രം നമുക്കതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാം. കർത്താവ് നമ്മെ അതിനെ സഹായിക്കട്ടെ. അതേ സഹോദരങ്ങളെ, സ്തോത്രം. നമുക്കൊരു നിമിഷം ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അപ്പാ, സ്തോത്രം. ഞങ്ങളൊരു സവിശേഷ സൃഷ്ടിയായി തിരുമേനിയുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും തിരുമേനിയെ സ്നേഹിക്കുവാനും തിരുമേനിയുമായുള്ള സ്നേഹബന്ധത്തിലെ ഊഷ്മളതയിൽ സ്തോത്രം ഭാഗ്യവാന്മാരായി അങ്ങയോട് ചേർന്ന് നിൽക്കുവാനും ഞങ്ങളെ അവിടുന്ന് സൃഷ്ടിച്ചതിനാൽ ഞങ്ങൾ തിരുമേനിയെ മഹത്വപ്പെടുത്തുന്നു, അങ്ങയ്ക്ക് സ്തോത്രമർപ്പിക്കുന്നു. അതിനേക്കാൾ ഉപരി അങ്ങന്ന് ഞങ്ങളെ യാഗമായി അർപ്പിച്ച് തരുവാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഞങ്ങൾ മുഴു ജീവിതവും അവിടുത്തെ മഹത്വത്തിനുള്ള യാഗമായി അർപ്പിച്ച് അങ്ങേ ആരാധിക്കുന്ന സത്യാരാധകരായിരിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണം. സഹോദരങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ഈ ആശയങ്ങളെല്ലാ ഹൃദയങ്ങളിലും വ്യക്തമാകുവാൻ തിരുമേനിയുടെ പരിശുദ്ധാത്മാവരെ സഹായിക്കുകയും ഞങ്ങളുടെ മുഴു ജീവിതവും അവിടുത്തേക്ക് സൗരഭ്യവാസനയായ യാഗമായി പ്രസാദകരമായി തീരുവാൻ കൃപ ചെയ്യുകയും ചെയ്യണമെന്ന് യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ. ആമേൻ.